സുഹൃത്ത്, നല്ല ഹൃദയമുള്ളവൻ അല്ലേ? ഇന്ത്യയും അർജന്റീനയും സ്പെയിനും ഒക്കെ ഓരോരോ കപ്പുകൾ സ്വന്തമാക്കി തിളങ്ങി നിൽക്കുവാണല്ലോ. നമ്മുടെ ഫേവറേറ്റ് ടീമുകളിൽ കുറച്ചധികം ചർച്ചയായ നല്ല കൂട്ടുകാരെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? കോഹ്ലിയേട്ടനും രോഹിത്തേട്ടനും പോലെ, മെസ്സി ചായനും ഏഞ്ചലി ചായനും പോലെ, യാമിലും വില്യംസണും പോലെ വിജയപരാജയങ്ങൾ ഒരുപോലെ ആസ്വദിച്ചവർ. ഇവരെല്ലാം നല്ല സൗഹൃദങ്ങളുടെ പ്രാധാന്യം ഉയരെ ഘോഷിച്ചവരാണ്. സാമുവൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം മുതൽ വ്യത്യസ്ത ടേസ്റ്റുകളുള്ള 2 കൂട്ടുകാരെ നമ്മൾ കണ്ടുമുട്ടും. ഐശ്വരി, ബൈബിൾ എടുക്കാതെ എങ്ങനെയാ കണ്ടുമുട്ടുക? വേഗം ഒന്ന് ബൈബിൾ ഒന്ന് കിസ് ചെയ്ത് 1 സാമുവൽ 18-ാം അധ്യായം തുറന്നേ. ദാവീദ് ജസ്സയുടെ മകനാണ്. അവന്റെ പണി പപ്പയുടെ ആടുകളെ മേയ്ക്കലാണ്. എന്നാൽ ജോനാഥൻ ഇസ്രായേലിന്റെ രാജാവായ സാവൂളിന്റെ മകനാണ്. 2 പേരും ധൈര്യശാലികളാണ് കേട്ടോ. ഒരുവൻ വില്ലനായ ഗോലിയാത്തിനെ സിമ്പിളായിട്ട് എറിഞ്ഞു വീഴ്ത്തിയപ്പോ മറ്റവൻ ഇസ്രായേലിന് വൻ വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇവരാദ്യമായി കണ്ടുമുട്ടുന്നത് മല്ലൻ ഗോലിയാത്തേട്ടനെ തോൽപ്പിച്ചിട്ട് സാവൂൾ രാജാവിന്റെ അടുത്ത് ദാവീദ് എത്തുമ്പോഴാണ്. തന്റെ പപ്പയെ നൈസായിട്ട് ഡീൽ ചെയ്യുന്ന ദാവീദിനെ കണ്ടപ്പോൾ ജോനാഥന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. അവൻ തന്റെ മേലങ്കി ഊരി ദാവീദിനെ അണിയിച്ചു. പടച്ചട്ടയും വാളും വില്ലും ഒക്കെ അവന് കൊടുത്തു. അവൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചു. 1 സാമുവൽ 18-ാം അധ്യായം 1-ാം വാക്യം. ഇടയ്ക്ക് ജോനാഥന്റെ പപ്പ തന്നെ അസൂയ പൂണ്ട സുഹൃത്തിനെ കൊന്നുകളയാൻ പറഞ്ഞപ്പോഴൊക്കെ അവൻ ദാവീദിനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചു. ദാവീദിനെ ദൈവനാമത്തിൽ അവൻ ധൈര്യപ്പെടുത്തി. 1 സാമുവൽ 23-ാം അധ്യായം 16-ാം വാക്യം. ഒടുക്കം ജോനാഥൻ മരണപ്പെട്ടപ്പോൾ ദാവീദ് കുറെ കരഞ്ഞു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: സോദരാ ജോനാഥൻ, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ അഗാധമായിരുന്നു. 2 സാമുവൽ 1-ാം അധ്യായം 26-ാം വാക്യം. മരണശേഷം അവന്റെ കാലു വയ്യാത്ത മകനെ ദാവീദ് സംരക്ഷിച്ചു. കൂട്ടുകാരെ, ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്? ഈശോപ്പയും മറിയാമ്മയും ഒക്കെ അല്ലേ? അതിന്റെ കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് സെയിൻസ് ആരൊക്കെയാ? പിന്നെയോ, പപ്പയ്ക്കും അമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും ശേഷം നല്ലൊരു സൗഹൃദ വലയത്തിന്റെ ബലം നമുക്ക് അത്യന്താപേക്ഷിതമാണ് കേട്ടോ. ഒന്ന് പറഞ്ഞു നോക്കിയാലോ കൂട്ടുകാരെ? ബെസ്റ്റ് ഫ്രണ്ട്സ്, ഈശോ, മാതാവ്. ഫേവറേറ്റ് സെയിൻസ് ആരൊക്കെയാ? ഇനി ഗുഡ് ഫ്രണ്ട്സ് ആരൊക്കെയാ? ഇന്ന് പഠിക്കാനുള്ള വചനം: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15-ാം അധ്യായം 13-ാം വാക്യം.